മഹാദേവനെ സമ്മോഹനാസ്ത്രം കൊണ്ട് മോഹിപ്പിച്ചു. മഹാദേവൻ മോഹാലസ്യപ്പെട്ട് വീണതായിട്ട് കണ്ട് നടിച്ചു. ബാണനുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ബാണൻ്റെ 1000 കൈകളോട് മുറിക്കാൻ തുടങ്ങി സൂര്യചക്രം കൊണ്ട്. ശാഖ യൗവനസ്പതേ, മരത്തിൻ്റെ കൊമ്പ് മുറിക്കണത് പോലെ 996 മുറിച്ചപ്പോഴാണ് മഹാദേവൻ ഉറക്കത്തിൽ നുണന്നത്. ഗുരുവായൂരപ്പ, അടിയൻ്റെ ദാസനായ ബാണന് എൻ്റെ പ്രദോഷം നിർത്തുന്ന നേരത്ത് മിഴാവ് വായിക്കാൻ, മൃദംഗം വായിക്കാൻ 4 കൈകൾ ഉണ്ടാക്കി കൊടുക്കണേ. ഭഗവാൻ പറഞ്ഞു, ഇവനെ ഞാൻ കൊല്ലില്ല. ഇവൻ്റെ മുതുമുത്തച്ഛനായിരുന്ന പ്രഹ്ലാദന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, 21 തലമുറ ശുദ്ധീകരിച്ചിരിക്കണു എന്ന്. ആ ശുദ്ധികലശാണ് ഇപ്പോൾ കണ്ടത്. തരിപ്പുള്ള കൈകൾ പോയപ്പോൾ, ഭാരമുള്ള കൈകൾ പോയപ്പോൾ സമാധാനമായി ബാണന്. ആ തലക്കനം പോയി എന്നർത്ഥം. കൈയുടെ കനം കുറഞ്ഞപ്പോൾ തലയുടെ കനവും കുറഞ്ഞു. ഇതാണ് ആവശ്യത്തിലധികം അധികാരവും സമ്പത്തും ഐശ്വര്യവും വന്നു കഴിഞ്ഞാൽ നമുക്കായാലും മതാന്ധകാരം ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഉഷയെയും അനിരുദ്ധനെയും കുടിവെച്ചു ദ്വാരകയിൽ എന്ന് പറഞ്ഞു. പിന്നീടാണ് മറ്റുള്ളവരുടെ സമ്പത്ത് മനസ്സുകൊണ്ട് പോലും അപഹരിക്കരുത് എന്ന നൃഗരാജാവിൻ്റെ കഥ പറഞ്ഞത്. ഒരിക്കൽ ഭഗവാന്റെ കൊച്ചുകുട്ടികൾ, പേരക്കുട്ടികളും എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപവനത്തിൽ ഒരു പൊട്ടക്കിണറ്റിൽ വലിയൊരു ഓന്തിനെ കണ്ടു, ഒരു മുതലയുടെ വലിപ്പം. അവർ രക്ഷപ്പെടുത്താൻ നോക്കി, പല വഴി നടന്നില്ല. ഭഗവാൻ ചെന്ന് തൊട്ടപ്പോൾ അതിസുന്ദരനായ ഒരു രാജാവ്, എല്ലാം അറിയാവുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവന് ചോദിച്ചു, അങ്ങ് എങ്ങനെയായി ഓന്തായത്? ഞാൻ ദാനം ചെയ്തപ്പോൾ ഓന്തായതാ. ദാനം ചെയ്താൽ ഓന്താവുമോ? എന്നാൽ ഇപ്പോൾ ആരും ദാനം ചെയ്യില്ല. അങ്ങനെയല്ല, ദാനം ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് പശുക്കളെ കൊമ്പും കുളമ്പും സ്വർണം കെട്ടിച്ച് ധാരാളം പാല് കറക്കാൻ പറ്റുന്ന പശുക്കളെ പശുക്കുട്ടിക്ക് സഹിതം കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ഒരു ബ്രാഹ്മണന് കൊടുത്ത പശു തിരിച്ചെൻ്റെ ഗോശാലയിൽ വന്നു. ഞാനും അറിഞ്ഞില്ല, എൻ്റെ ഭടന്മാരും അറിഞ്ഞില്ല. ആ പശുവിനെ രണ്ടാമതൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. രണ്ടാമത്തെ ബ്രാഹ്മണൻ ഈ പശുവിനെ കൊണ്ട് പോകുമ്പോഴാണ് ആദ്യത്തെ ബ്രാഹ്മണൻ കണ്ടത്. ഇതെൻ്റെ പശുവാണല്ലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ല, എനിക്കിപ്പോൾ നൃഗരാജാവ് തന്നതാ. വാദം മൂത്തു, എൻ്റെ സഭയിൽ വന്നു. ശരിയാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ആദ്യത്തെ ബ്രാഹ്മണനോട് പറഞ്ഞു, അങ്ങേക്ക് 10,000 പശുക്കളെ തരാം, ഈ വാദഗതിയിൽ നിന്ന് മാറൂ. വേണ്ട, എനിക്ക് എൻ്റെ പശു തന്നെ മതി. രണ്ടാമത്തെ ബ്രാഹ്മണനോട് പറഞ്ഞു, അങ്ങേക്ക് 1,00,000 പശുക്കളെ തരാം, ഈ പിടിവാശിയിൽ നിന്ന് മാറൂ. ഇല്ല, എനിക്ക് ഈ പശു തന്നെ മതി. രണ്ടുപേരും അവരവരുടെ വാദഗതിയിൽ ഉറച്ചു നിന്നപ്പോൾ ദത്താപഹാരം എന്ന പാപം വന്നു. കൊടുത്തത് തിരിച്ചെടുത്തു എന്ന്. ഞാൻ ശരീരം ഉപേക്ഷിച്ച് സ്വർലോകത്തിൽ ചെന്നപ്പോൾ ചിത്രഗുപ്തൻ ചോദിച്ചു, അങ്ങ് അനേകം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു പാപം ചെയ്തിട്ടുണ്ട്, ഏതിൻ്റെ ഫലം അനുഭവിക്കണേ? ഞാൻ പറഞ്ഞു, ആദ്യം ആ ദത്താപഹാരത്തിൻ്റെ ഫലം അനുഭവിച്ചോളാം. അങ്ങനെയാണ് ഞാൻ പൊട്ടക്കിണറ്റിൽ ഒന്നായത്. ഇപ്പം അങ്ങയെ ദർശിക്കാനും സ്പർശിക്കാനും സാധിച്ചു. ധന്യോസ്മി, അനുഗ്രഹീതോസ്മി എന്ന് പറഞ്ഞ് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്വർലോകത്തേക്ക് പോയി. ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, കണ്ടോ കുട്ടികളെ, മറ്റുള്ളവൻ്റെ സ്വത്ത് മനസ്സുകൊണ്ട് പോലും അപഹരിച്ചാൽ കുലം സമൂലം ദഹതി. ദേവസ്വമായാലും ബ്രഹ്മസ്വമായാലും ഏതായാലും അപഹരിച്ചു കഴിഞ്ഞാൽ വംശം തന്നെ മുടിയും എന്ന ദത്താപഹാരത്തിൻ്റെ കഥ പറഞ്ഞു. ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ പറഞ്ഞപ്പോഴാണ് ബലഭദ്രൻ്റെ ഒരു 3 ലീലകൾ പറഞ്ഞത്. ഒരിക്കൽ ഗോപന്മാരെയും ഗോപികമാരെയും കാണാൻ ബലഭദ്രസ്വാമി നന്ദഗോകുലത്തിൽ വന്നു. അല്പം മധുര കഴിക്കുന്ന സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. ജലക്രീഡ നടത്തണമെന്ന് തോന്നി. യമനോട് പറഞ്ഞു, ഇവിടെ വാ, എനിക്ക് നീന്തി കളിക്കണം. യമനെ കൂട്ടാക്കിയില്ല. തൻ്റെ കലപ്പ കൊണ്ട് വലിച്ചങ്ങോട്ട് അഴച്ചു. തൻഗതി മുട്ടിയുഴന്നു പോയി കാളിന്തി അങ്കുശമേറ്റ കരീണി പോലെ, പിടിയാനയെ തോട്ടിയിട്ട് വലിക്കുന്നത് പോലെ ഭഗവാൻ വലിച്ചു കൊണ്ടുവന്നു. ഇന്നും യമുനാ നദി ആ ഭാഗത്ത് വളഞ്ഞൊഴുകണു സൂചയിൽ രാമവിക്രമം. പിന്നെ ഗോപികമാരുമായിട്ട് മറ്റൊരവസരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സുഗ്രീവൻ്റെ മന്ത്രിയായിരുന്ന ദ്വിവിധൻ എന്ന കുരങ്ങൻ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിന് വേണ്ടി യുദ്ധം ചെയ്തവൻ യുഗം കഴിഞ്ഞപ്പോൾ നേരെ വികടനായി. ലോകത്തിലെ സകല ആൾക്കാരെ ദ്രോഹിക്കുന്ന പ്രവൃത്തി. വലിയ വലിയ നദികൾ തടഞ്ഞു നിർത്തി വെള്ളപ്പൊക്കമുണ്ടാക്കുക, നഗരങ്ങളെ ചുട്ട് ചാമ്പലാക്കുക, ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് വൃന്ദാവനത്തിൽ വന്നു.
ഗോപികമാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ബലഭദ്രസ്വാമിയുടെ മധുരാകലശം കല്ലെറിഞ്ഞുടച്ചു. ഭഗവാന് ദേഷ്യം വന്നു. ഇരുമ്പൊലക്കെ എടുത്തിട്ട് ദിവിജന് മോക്ഷം കൊടുത്തു. പിന്നെ മറ്റൊരു ലീല പറയണു ബലഭദ്രൻ്റെ. ഭഗവാന്റെ പുത്രൻ സാമ്പൻ ദുര്യോധനൻ്റെ പുത്രി ലക്ഷ്മണയെ അപഹരിച്ചു സ്വയംവരവേദിയിൽ നിന്ന്. ലക്ഷ്മണ സ്വയംവരം നടക്കുമ്പോൾ ഞാനാണ് നിനക്ക് യോജിച്ച വരൻ പറഞ്ഞ് മാല മേടിച്ച് സ്വയം കഴുത്തിലിട്ടു. ദുര്യോധനാദികളെ പിടിച്ചു കെട്ടി. ഭഗവാൻ സുദർശനവുമായിട്ട് പുറപ്പെട്ടപ്പോൾ ബലഭദ്രൻ പറഞ്ഞു, കൃഷ്ണ നീ പോവണ്ട, ഈ ദുര്യോധനൻ എൻ്റെ ശിഷ്യനാ, ഞാൻ പറഞ്ഞാൽ കേൾക്കും. എന്നാ ഏട്ടൻ പൊക്കോളൂ.